ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയ്ക്കൊരു ലൈക്ക്. കവിത വിമീഷ് മണിയൂർ. 1. ഈ കവിതയുടെ കുടുംബകഥ കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ അച്ഛൻ കവിത പാവം പിടിച്ച ഒരു IAS മുഴുവനായും ശീതീകരിച്ച ഒരു മുറിയിൽ നിശബ്ദനായി തണുത്തു വിറച്ചാണ് അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരുന്നത്. രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച് ഓഫീസിലേക്ക് പുറപ്പെട്ടാൽ പിന്നെ ഒരു വെള്ളം കിട്ടണമെങ്കിൽ ആയിരക്കണക്കിന് സെക്കൻഡുകൾ കഴിയണമായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഒരു വറ്റുപോലും അധികം കഴിക്കാനാവാത്ത അവസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ നിലവിളി സഹപ്രവർത്തകരുടെ കുടലലിയിച്ചിരുന്നു. അലിഞ്ഞ കുടലുമായി തന്നോടൊപ്പം ജീവിക്കേണ്ടി വന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കാനാവാതെ സർക്കാർ വക കാറിൽ ഇരുന്ന് തല കുനിച്ചു പോകേണ്ടി വന്ന ഈ കവിതയുടെ അച്ഛൻ കവിതയുടെ അനുഭവം ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. 2. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയിൽ ഓരോ വരിയിലും 1-2 ധ്വനികളിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. സ്വന്തമായി നാനാർത്ഥമുള്ള ഒരു വാക്കുപോലും എടുത്തുപയോഗിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖം കടിച്ചിറക്കിയാണ് ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിത സ്കൂളിൽ പോയിരുന്നത്. ഒരിക്കൽ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കിട്ടിയ ഒരു ഉപമയെ വെള്ളത്തിലിട്ട് കഴുകി 2 ദിവസം വെയിലത്തിട്ട് ഉണക്കി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഇട്ടാണ് ഉപയോഗിച്ചത്. അത് വായിച്ച് കുറ്റം പറയാത്തവർ അടുത്ത ജില്ലയിൽ പോലും ഉണ്ടായിരുന്നില്ല. സംഗീതം വശമുള്ളവർക്ക് പാടാൻ കഴിയുന്നൊരു കവിതയായിരിക്കണം എന്നായിരുന്നു ചെറുപ്പത്തിൽ ഈ കവിതയുടെ വലിയ ആഗ്രഹം. പക്ഷെ വലുതായപ്പോൾ വരി മുറിച്ച് സാമ്പാറിൻ്റെ കഷ്ണം പോലെ അരിഞ്ഞു കളഞ്ഞത് ഈ കവിതയുടെ ഹൃദയത്തിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയത്. 3. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ പെങ്ങൾ കവിതയുടെ അടിവയറ്റിൽ ഒരു സംസ്കൃത വൃത്തം കറങ്ങുന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചെങ്കിലും ഒരു PhD-കാരൻ എടുത്ത് പുറത്തിട്ട് അലക്കിയത് ഒരു സൈബർ തെരുവിലാണ്. കേസ് കൊടുക്കാനോ മീറ്റു പറയാനോ ഉള്ള തൊലിക്കട്ടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് മഠത്തിൽ ചേർന്നത്. അവിടുന്നാണ് സോളമൻ്റെ ഗീതങ്ങളെ പരിചയപ്പെടുന്നതും അതിലൊരു ഗീതവുമായി ഒളിച്ചോടുന്നതും. പക്ഷേ ഓടിയതുകൊണ്ടും ചാടിയതുകൊണ്ടും ഒരുപാട് ദാരിദ്ര്യം പിടിച്ച കവിതയുടെ പെങ്ങൾ കവിതയുടെ നെഞ്ചിലെ കബാരി മാറിയിരുന്നില്ല. സംഭവിക്കാനിരുന്നത് അതിലും ഭീകരമായിരുന്നു. കൃത്യം 10 മാസവും 11 ദിവസവും കഴിഞ്ഞപ്പോൾ പെങ്ങൾ കവിത ഒരു മരക്കവിത പ്രസവിച്ചു. നിരൂപകർ മൂക്കത്ത് വിരൽ വെച്ച് കരഞ്ഞുപോയി. 4. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ അച്ചാച്ചൻ കവിത നെഹ്റുവിനോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്നു. നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിക്കൊണ്ടിരുന്നപ്പോൾ വിശക്കുന്നയ്യോ ഭക്ഷണം തായോ എന്ന പരസ്യവാചകം ചരിത്രത്തിൽ ആദ്യമായി മുദ്രാവാക്യമായി മുഴക്കുന്നത് ഈ അച്ചാച്ചൻ കവിതയാണ്. അന്ന് അതിനു കൊണ്ട ചവിട്ടുകൾ, അതിൻ്റെ നട്ടലിലും മറ്റും ചാർത്തിയ ലോഗോ വില്യൻ ലോഗൻ പോലും മറന്നിട്ടുണ്ടാവില്ല. പുറത്തിറങ്ങിയ അച്ചാച്ചൻ കവിതയെ മാലയിട്ട് സ്വീകരിക്കാനായി സ്വാമി വിവേകാനന്ദൻ, താന്തിയ തോപ്പി, ചന്ദ്രശേഖർ ആസാദ് മുതലായവർ കാത്തു നിൽക്കുന്നത് കണ്ട് വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ അച്ചാച്ചൻ കവിതയെക്കുറിച്ച് ജയിൽ രേഖകളിൽ ഒരു മുട്ടുസൂചി പോലും കാണുന്നില്ല.